കണ്ണൂരിൽ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിൽ KSU നേതാക്കൾക്കെതിരെ ചുമത്തിയ വധശ്രമത്തിന് തെളിവില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കറി ബ്ലോക്ക് ആയതാ. എഫ്ഐആറിൽ സൂചിപ്പിച്ച മന്ത്രിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലും കറുത്ത തുണി വാങ്ങിയ വ്യാപാര സ്ഥാപനത്തിലും മാത്രമാണ് തെളിവെടുപ്പ് നടന്നത്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ആ സമയത്ത് പോലീസ് എടുത്തിട്ടുള്ള എഫ്ഐആറിൽ സൂചിപ്പിച്ചിരുന്നത് ഏതോ ഒരു ആയുധം കൊണ്ട് കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. അതിനകത്ത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ബി കെയർഫുൾ. പക തീർത്തു വന്ന അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ പിന്നെ താനെ പഠിക്കും. പക്ഷേ ഇന്നലെ 2 ദിവസത്തെ കസ്റ്റഡി ഈ പറയുന്ന KSU പ്രവർത്തകരായിട്ടുള്ള 5 പ്രതികളെയും പോലീസിന് വിട്ടു നൽകി. കോടതിയുടെ അനുമതിയോടുകൂടിയാണ് കസ്റ്റഡി നൽകിയത്. പക്ഷേ ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണിച്ചത്. ഈ 2 ദിവസം തെളിവെടുപ്പിനും മറ്റുള്ള പരിശോധനയ്ക്കും ഒക്കെയായാണ് പോലീസിന് നൽകിയത്. പക്ഷേ ഈ തെളിവെടുപ്പിനിടയിൽ ഒരു തവണ പോലും ഈ പറയുന്ന പോലീസ് എഫ്ഐആർ സൂചിപ്പിച്ചിരിക്കുക ഏതോ ഒരു ആയുധം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതായത് എന്താണ് ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാണ്. ഇത് വധശ്രമം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന് തെളിവെടുപ്പിനിടയിലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. അപ്പോൾ അർജുൻ എഫ്ഐആർ ഇട്ടവർ തന്നെ പെട്ടു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഞാൻ പെട്ടു. വധശ്രമത്തിന് കേസെടുത്തു. 5 KSU നേതാക്കളെ അകത്തിട്ടു. പക്ഷേ ഇപ്പോൾ വധശ്രമത്തിന് തെളിവില്ല, ആയുധം കണ്ടെത്തിയിട്ടില്ല, CCTV ദൃശ്യങ്ങളില്ല. അപ്പോൾ ഒരു തരത്തിലും തെളിവില്ല. വധശ്രമം തെളിയിക്കാനാവില്ല. കോടതിയിൽ പൊളിയും കേസ്. ഇത് ഈ ഘട്ടത്തിൽ അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം വധശ്രമം എന്നുള്ള പ്രധാനപ്പെട്ട വകുപ്പ് ഇതിനകത്ത് ചുമത്തിയതോടുകൂടിയാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയത്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അല്ല, അത് ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇനി ഒന്നുകൂടെ വയ്യ. അവരെല്ലാം പറഞ്ഞിരുന്നത് ഒരു കറുത്ത തുണി ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് വധശ്രമം എങ്ങനെയാകും എന്നുള്ള ചോദ്യമായിരുന്നു KSU നേതാക്കളെല്ലാം ഉന്നയിച്ചിരുന്നത്.